തേർഡ് സം സിഗ്നേച്ചേഴ്സിലെ സെക്കൻഡ് മോഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഫൈനൽ സ്പീച്ച് ഇൻ ദ മൂവി ദ ഗ്രേറ്റ് ഡിക്റ്റാറ്റർ. ചാർലി ചാപ്ലിൻ്റെ ഗ്രേറ്റ് ഡിക്റ്റാറ്റർ എന്ന മൂവിയിൽ അദ്ദേഹം പറയുന്ന ഫൈനൽ സ്പീച്ചാണ് ഈ ഒരു പാഠഭാഗം. സർ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്നുള്ളതാണ് ചാർലി ചാപ്ലിൻ്റെ ഫുൾ നെയിം. അദ്ദേഹം 1889 ജനിച്ചിട്ട് 1977 മരിച്ചത്. വാസ് ആൻ ഇംഗ്ലീഷ് കോമിക് ആക്ടർ, ഫിലിം മേക്കർ ആൻഡ് എ കമ്പോസർ ഹു റോസ് ടു ഫെയിം ഇൻ ദ എറ ഓഫ് സൈലൻറ്റ് ഫിലിം. നിശബ്ദ സിനിമകളുടെ കാലത്ത്, ആ ഒരു കാലത്ത് പ്രശസ്തിയിലേക്ക് വന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കോമിക് ആക്ടറും ഫിലിം മേക്കറും കമ്പോസറും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിഗറായിട്ട്, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. തൻ്റെ ചെറുപ്പകാലം മുതൽ ഏകദേശം 75 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ കരിയർ നീണ്ടു നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചാപ്ലിൻ റോട്ട്, ഡയറക്റ്റഡ്, പ്രൊഡ്യൂസ്ഡ്, എഡിറ്റഡ്, സ്റ്റാർഡ് ഇൻ ആൻഡ് കമ്പോസ്ഡ് മ്യൂസിക് ഫോർ മോസ്റ്റ് ഓഫ് ഹിസ് ഫിലിം. അദ്ദേഹം നിർമ്മാതാവായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിലിംസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ അദ്ദേഹം തന്നെ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിംസിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തതും ഒക്കെ അദ്ദേഹം തന്നെയാണ്. ഇത്തരത്തിൽ ഒരുപാട് ഫേമസ്, ഒരുപാട് തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടും വായിച്ചു നോക്കാം. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല, പക്ഷെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. അദ്ദേഹത്തിൻ്റെ ചില ഫിലിംസാണ് ദ ഇമിഗ്രൻറ്റ്, ദ കിഡ്, ദ ഗോൾഡൻ റഷ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ് ആൻഡ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഈസ് എ 1914 American political satire comedy drama film written, directed, produced, scored by and starring British comedian Charlie Chaplin. 1914 എഴുതിയിട്ടുള്ള അമേരിക്കൻ പൊളിറ്റിക്കൽ സറ്റയർ കോമഡി ആയിട്ടുള്ള ഒരു ഡ്രാമ ഫിലിമാണ് ഇത്. എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും അതിൽ അഭിനയിച്ചതും ഒക്കെ ബ്രിട്ടീഷ് കൊമേഡിയൻ ആയിട്ടുള്ള ചാർലി ചാപ്ലിൻ തന്നെയാണ്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ വാസ് എ പൊളിറ്റിക്കൽ സറ്റയർ കണ്ടംനിങ് ഹിറ്റ്ലർ, മുസോളിനി, ദ നാസീസ് ആൻഡ് ദ ആൻറ്റിസെമിറ്റിസം. ഈ ഒരു ഫിലിമിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു ഈ ഒരു ഫിലിം. ഹിറ്റ്ലർ, മുസോളിനി, നാസി കോൺസ്, പിന്നെ ആൻറ്റിസെമിറ്റിസം, ഇതിനെയൊക്കെ കണ്ടംന് ചെയ്യുന്ന, ഇതിനൊക്കെ എതിർക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിൽ കളിയാക്കി കാണിക്കുന്ന വിധത്തിലുള്ള ഒരു ഫിലിമായിരുന്നു ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഇറ്റ് വാസ് ചാപ്ലിൻസ് ഫസ്റ്റ് ഫുൾ സൗണ്ട് പ്രൊഡക്ഷൻ ആൻഡ് വാസ് നോമിനേറ്റഡ് ഫോർ 5 അക്കാഡമി അവാർഡ്സ്. ചാപ്ലിൻ്റെ ഒരുപാട് മിക്ക ഫിലിമുകളും നിശബ്ദ സിനിമകളാണ്. പിന്നെ ചിലതിലൊക്കെ ചെറിയ ചെറിയ ഡയലോഗ്സ് ഉണ്ട്, ചിലത് മാത്രമാണ് ഫുള്ളായിട്ട് കോൺവെർസേഷണൽ ഡയലോഗ്സ് കൊടുത്തുള്ളത്. അത്തരത്തിൽ കോൺവെർസേഷണൽ ഡയലോഗ്സ് കൊടുത്തിട്ട് ചാപ്ലിൻ ഇറക്കിയ ആദ്യത്തെ ഒരു ഫുൾ സൗണ്ട് പ്രൊഡക്ഷൻ ആയിരുന്നു ഈ ഒരു ഫിലിം ആൻഡ് വാസ് നോമിനേറ്റഡ് ഫോർ 5 അക്കാഡമി അവാർഡ്സ്. The film tells the story of a Jewish barber, Chaplin, who is mistaken for a dictator he resembles and is asked to take his place. അപ്പോൾ ഈ ഒരു ഫിലിമിൽ ചാർലി ചാപ്ലിന് 2 റോളാണുള്ളത്. ഒരു ചാപ്ലിൻ ഒരു ജൂയിഷ് ആയിട്ടുള്ള ബാർബറും വേറൊരു ചാപ്ലിന് ഒരു രാജ്യം കീഴടക്കി ഭരിക്കുന്ന ഒരു ഡിക്റ്റേറ്ററുമാണ്. അപ്പോൾ ഈ ഒരു ജൂയിഷ് ബാർബർ ആയിട്ടുള്ള ചാപ്ലിനെ ആ ഒരു ഡിക്റ്റേറ്ററായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുക, അദ്ദേഹത്തിനോട് ഈ ഒരു ഡിക്റ്റേറ്ററുടെ പദവി ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇതിനോടൊന്നും ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ താൻ ഒരിക്കലും ഒരു എംപറർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അത് തൻ്റെ ജോലിയല്ല. പിന്നെ ആളുകളെ ഒരുപാട് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന രീതിയിൽ ആ ഒരു ഫിലിമിൻ്റെ അവസാനത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു സ്പീച്ചാണ് ഈ ഒരു സ്പീച്ചായിട്ട് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഈ ഒരു എംപററിൻ്റെ പൊസിഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു പൊസിഷൻ റിജക്റ്റ് ചെയ്യുകയും ഭയങ്കരധികം ഇമ്പാഷനേറ്റഡ് ആയിട്ടുള്ളൊരു സ്പീച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു സ്പീച്ച് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെയധികം ഫേമസ് ആയിട്ട് മാറുകയും ചെയ്തു പിന്നീട്. ചാർലി ചാപ്ലിൻസ് സ്പീച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പ്രൊവൈഡ്സ് ആൻ എക്സലന്റ് റോഡ് മാപ്പ് ഓഫ് ഹൗ എ സിറ്റിസൺ ക്യാൻ കൺകർ ദ ഇഷ്യൂസ് ആൻഡ് ദാറ്റ് ഡിവൈഡ് ഹിം ആൻഡ് ഹൗ എ സെൽഫ്ലെസ് ലീഡർ വ്യൂസ് ദ വേൾഡ്. ഈ ഒരു സ്പീച്ചിലൂടെ ഒരു സിറ്റിസണ് എങ്ങനെയാണ് തൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെ കീഴടക്കാനായിട്ട് സാധിക്കും, തന്നെ എങ്ങനെ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ താൻ എങ്ങനെ കീഴടക്കണം എന്നോ, പിന്നെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ലീഡർ എത്തരത്തിലാണ് ഒരു വേൾഡിനെ, ലോകത്തെ കാണുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സ്പീച്ചാണ് ഈ ഒരു സ്പീച്ച്. ഈ സ്പീച്ചിൻ്റെ ഒറിജിനൽ സ്പീച്ചിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒരു സ്പീച്ച് ഒന്ന് പോയിട്ട് കാണുക. ആ ഒരു സ്പീച്ച് എല്ലാവരും കാണേണ്ട ഒരു സ്പീച്ചാണ്. ആ സ്പീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഭാഗത്തും വോയിസിൻ്റെ പിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇൻസ്പിറേഷൻ ആക്കേണ്ട ഭാഗത്ത് വോയിസിൻ്റെ സൗണ്ട് കൂട്ടിയിട്ടും ഒക്കെയാണ് അത്രയും വളരെയധികം മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് പറയുന്നത്.
ഇനി ഒരു സ്പീച്ച് എന്താണെന്ന് നോക്കാം. ഐ എം സോറി ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബി ആൻ എംപറർ. ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്. ഐ ഡോണ്ട് വാണ്ട് ടു റൂൾ ഓർ കൺകർ എനിവൺ. അദ്ദേഹം പറയാണ്, ഐ എം സോറി, എനിക്കൊരു എംപറർ ആവണമെന്നോ ഒരു ചക്രവർത്തി ആവണമെന്നോ ഒന്നും ആഗ്രഹമില്ല. അതെൻ്റെ ജോലിയല്ല. എനിക്കിങ്ങനെ ആരെയും ഭരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ കീഴടക്കണമെന്നോ അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്കില്ല. ഐ ഷുഡ് ലൈക്ക് ടു ഹെൽപ്പ് എവറി വൺ ഇഫ് പോസിബിൾ, ജ്യൂ, ജെൻറ്റിൽ, ബ്ലാക്ക് മാൻ, വൈറ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എല്ലാവരെയും സഹായിക്കാനാണ് താല്പര്യം. പറ്റുകയാണെങ്കിൽ ജ്യൂസിനെയും ജെൻറ്റെയിൽസിനെയും, അതൊരു വർഗ്ഗമാണ്, ബ്ലാക്ക് മാൻ ആൻഡ് വൈറ്റ് മാൻ, അങ്ങനെ എത്തരത്തിലുള്ള വർഗ്ഗത്തിൽപ്പെട്ട ആളുകളായാലും അവരെല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വി ഓൾ വാണ്ട് ടു ഹെൽപ്പ് വൺ അനദർ. ഹ്യൂമൻ ബീങ്സ് ആർ ലൈക്ക് ദാറ്റ്. വി വാണ്ട് ടു ലീവ് ബൈ ഈച്ച് അതേഴ്സ് ഹാപ്പിനെസ്, നോട്ട് ബൈ ഈച്ച് അതേഴ്സ് മിസറി. നമ്മളെല്ലാവരും പരസ്പരം സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന്മാരങ്ങനെയാണ്. നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് ഓരോരുത്തരുടെയും സന്തോഷത്തിൽ കൂടെയാണ്, അല്ലാതെ ഓരോരുത്തരുടെയും മിസറിയിൽ കൂടെ, അവരുടെ കഷ്ടപ്പാടിലൂടെയല്ല. വി ഡോണ്ട് വാണ്ട് ടു ഹെയ്റ്റ് ആൻഡ് ഡിസ്പൈസ് വൺ അനദർ. പരസ്പരം വെറുക്കാനോ അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹെയ്റ്റും ഡിസ്പൈസും ഏകദേശം ഒരുപോലത്തെ മീനാണ്, അറുപ്പും വെറുപ്പും. ഇൻ ദിസ് വേൾഡ് ദർ ഈസ് നോ റൂം ഫോർ എവ്രി വൺ ആൻഡ് ദ ഗുഡ് എർത്ത് ഈസ് റിച്ച് ആൻഡ് ക്യാൻ പ്രൊവൈഡ് ഫോർ എവ്രി വൺ. ഈ ലോകത്ത് ദർ ഈസ് റൂം ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഒരുപോലെ സ്ഥലമുണ്ട്, അതായത് എല്ലാവരും ഒരുപോലെയാണ് ഈ ഒരു ലോകത്ത്. ആൻഡ് ദ ഗുഡ് എർത്ത് ഈസ് റിച്ച് ആൻഡ് ക്യാൻ പ്രൊവൈഡ് ഫോർ എവ്രി വൺ. ദ വേ ഓഫ് ലൈഫ് ക്യാൻ ബി ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ ബട്ട് വി ഹാവ് ലോസ്റ്റ് ദ വേ. ഈ ഒരു എർത്ത് എല്ലാ ആളുകൾക്കും ജീവിക്കാൻ അത്രയും ഉചിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു എർത്തിൻ്റെ കണ്ടീഷനിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ജീവിതം എത്രത്തോളം ഫ്രീ ആകാൻ പറ്റുന്നു അത്രത്തോളം ഫ്രീ ആവുകയും ചെയ്യും, അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു എർത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ബട്ട് വി ഹാവ് ലോസ്റ്റ് ദ വേ. പക്ഷെ നമ്മൾ ആ ഒരു വഴി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് മനുഷ്യന്മാർക്ക് ആ ഒരു വഴി നഷ്ടപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രീഡ് ഹാസ് പോയ്സൺഡ് മെൻസ് സോൾ. അത്യാഗ്രഹം ആളുകളുടെ ആത്മാവിലേക്ക് വിഷം കയറ്റിയിരിക്കുകയാണ്. ഹാസ് ബാരിക്കേഡഡ് ദ വേൾഡ്സ് വിത്ത് ഹെയ്റ്റ്. ലോകത്തെ മുഴുവൻ, ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ റോഡിലൊക്കെ തടസ്സം വെക്കുന്ന ഒരു സാധനം, അതുപോലെ ലോകത്തെ മുഴുവൻ വെറുപ്പ് കൊണ്ട് ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ്. ഹാസ് ഗൂസ്റ്റെപ്ഡ് അസ് ഇൻ ടു മിസറി ആൻഡ് ബ്ലഡ് ഷെഡ്. വളരെയധികം ബ്ലഡ് ഷെഡ്, കഷ്ടപ്പാടിലേക്കും, ആൻഡ് ബ്ലഡ് ഷെഡ്, ചോര ചിന്തൽ, ഒരുപാട് ഫൈറ്റിങ്ങിലൊക്കെ ഈ ഒരു കാര്യം നമ്മളെ നയിച്ചിട്ടുണ്ട്. വി ഹാവ് ഡെവലപ്ഡ് സ്പീഡ്. ഇവിടെ സ്പീഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻ്റ് ആണ്, വികസനം. നമ്മൾ ഒരുപാട് കാര്യത്തിൽ ഒരുപാട് മുന്നിലാണിപ്പോൾ, ഒരുപാട് വികസനം വന്നിട്ടുണ്ട്. ബട്ട് വി ഹാവ് ഷട്ട് അവർ സെൽസ് ഇൻ. പക്ഷെ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ഉള്ളിൽ അടച്ചിരിക്കുന്നത് പോലെ അടച്ചിട്ട് ജീവിക്കുകയാണ്. മെഷീനറി ദാറ്റ് ഗിവ്സ് അസ് അബൻഡൻസ് ഹാസ് ലെഫ്റ്റ് അസ് ഇൻ വാണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്ന മെഷീനറി എന്ന് ഉദ്ദേശിക്കുന്നത് യന്ത്രങ്ങൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡ് ഹാസ് ലെഫ്റ്റ് അസ് ഇൻ വാണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് യന്ത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അവർ നോളജ് ഹാസ് മെയ്ഡ് അസ് സിനിക്കൽ മീൻസ് ഒരു കാര്യത്തിലും നന്മ കാണാതെ എപ്പോഴും കുറ്റം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ ക്ലെവർനെസ് ഹാർഡ് ആൻഡ് അൺകൈൻഡ്. നമ്മളുടെ ബുദ്ധി സൂത്രശാലിത്തരം നമ്മളെ ഹാർഡും അൺകൈൻഡ്, ദയയില്ലാത്തവരുമാക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. വി തിങ്ക് ടു മച്ച് ആൻഡ് ഫീൽ ടു ലിറ്റിൽ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓവറായിട്ട് ചിന്തിക്കുകയും ആൻഡ് ഫീൽ ടു ലിറ്റിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഫീൽ ആവേണ്ട കാര്യങ്ങൾക്ക് വളരെയധികം കുറച്ച് മാത്രം വില കൊടുക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മനുഷ്യന്മാർ മാറിയിട്ടുണ്ട്. മോർ ദാൻ മെഷീനറി വി നീഡ് ഹ്യൂമാനിറ്റി. യന്ത്രങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ഹ്യൂമാനിറ്റിയാണ്. മോർ ദാൻ ക്ലെവർനെസ് വി നീഡ് കൈൻഡ്നെസ് ആൻഡ് ജെൻറ്റിൽനെസ്. ക്ലെവർനെസ്സിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് വേണ്ടത് കൈൻഡ്നെസ്സും ജെൻറ്റിൽനെസ്സും ആണ്. വിത്തൗട്ട് ദീസ് ക്വാളിറ്റീസ് ലൈഫ് വിൽ ബി വയലൻറ്റ് ആൻഡ് ഓൾ വിൽ ബി ലോസ്റ്റ്. ഈ ഒരു ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ ലൈഫ് വയലൻ്റ് ആയിട്ടായിരിക്കും, അക്രമാസക്തമായിട്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾ വിൽ ബി ലോസ്റ്റ്. നമുക്കെല്ലാം നഷ്ടപ്പെടും. ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യനും വരാനായിട്ട് ചാൻസ് ഉണ്ട്. വാട്ട് ഡു വി നീഡ് മോർ ദാൻ മെഷീനറി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വി നീഡ് മോർ ദാൻ മെഷീനറി വി നീഡ് ഹ്യൂമാനിറ്റി, മോർ ദാൻ ക്ലെവർനെസ് വി നീഡ് കൈൻഡ്നെസ് ആൻഡ് ജെൻറ്റിൽനെസ്. വിതൗട്ട് ദീസ് ക്വാളിറ്റീസ് ലൈഫ് വിൽ ബി വയലൻറ്റ് ആൻഡ് ഓൾ വിൽ ബി ലോസ്റ്റ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ദ എയറോപ്ലെയിൻ. ഇനി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി പറയുകയാണ്. ദ എയറോപ്ലെയിൻ ആൻഡ് ദ റേഡിയോ ഹാവ് ബ്രോട്ട് us ക്ലോസർ ടുഗദർ. എയറോപ്ലെയിൻ്റെ കണ്ടുപിടുത്തവും റേഡിയോൻ്റെ കണ്ടുപിടുത്തമൊക്കെ ആളുകൾ തമ്മിലുള്ള ബന്ധം കൂടുതലായിട്ട് അടുപ്പിക്കാനായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കൂടുതൽ ആളുകൾക്കിടയിലുള്ള ബന്ധം അടുപ്പിക്കുകയാണ് ചെയ്തത്. ദ വെരി നാച്ചർ ഓഫ് ദീസ് ഇൻവെൻഷൻസ് ക്രൈസ് ഔട്ട് ഫോർ ഗുഡ്നെസ് ഇൻ മാൻ. ഒരു കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുള്ള ഒരു ഉദ്ദേശം, അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്രൈസ് ഔട്ട് ഫോർ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ലോകത്തിലുള്ള ആളുകൾ മൊത്തം ഒന്നിച്ച് അവരുടെ ഒരു ബ്രദർഹുഡിന് വേണ്ടിയിട്ടാണ്. ഫോർ ദ യൂണിറ്റി ഓഫ് അസ് ആൾ. എല്ലാവരുടെയും ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈവൻ നൗ മൈ വോയിസ് ഈസ് റീച്ചിങ് മില്യൺസ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഇപ്പോൾ കൂടി ഞാൻ പറയുന്ന എൻ്റെ ഈ ഒരു ശബ്ദം ലോകത്തിലുള്ള മില്യൺസ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതും ഇത്തരത്തിലുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ കാരണം തന്നെയാണ്.
Millions of despairing men, women and little children, victims of system that makes men torture and imprison innocent people. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ആളുകളുണ്ട്. വളരെയധികം ഡെസ്പയറിങ് ആയിട്ടുള്ള ആളുകളുണ്ട്, വിമൺ ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പല ഈ ആളുകളെ കീഴടക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന, ടോർച്ചർ ചെയ്യുന്ന, ഇംപ്രിസൺമെൻറ്റ് ആക്കപ്പെട്ടില്ല ഇത്തരത്തിലുള്ള പല കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന മില്യൺസ് ഓഫ് പീപ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കേൾക്കുന്ന ആളുകളോട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? ടു ദോസ് ഹൂ ക്യാൻ ഹിയർ മീ ഐ സേ ഡു നോട്ട് ഡെസ്പെയർ. എന്നെ കേൾക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഡു നോട്ട് ഡെസ്പെയർ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ദ മിസറി ദാറ്റ് ഈസ് നൗ അപ്പോൺ അസ് ഈസ് ബട്ട് ദ പാസിംഗ് ഓഫ് ഗ്രീഡ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു മിസറി, ഈ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹത്തിൻ്റെ, ബട്ട് ദ പാസിംഗ് ഓഫ് ഗ്രീഡ്, അത്യാഗ്രഹം കൊണ്ടുണ്ടാകുന്നത് മാത്രമാണ്. ദ ബിറ്റർനെസ് ഓഫ് മാൻ ഹൂ ഫിയർ ദ വേ ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. മനുഷ്യ പുരോഗതിയെ ഭയക്കുന്ന ആളുകളുടെ ഗ്രീഡ്, അവരുടെ അത്യാഗ്രഹത്തിൻ്റെ ഒരു കയ്പാണ് നമ്മളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കഷ്ടപ്പാടുകൾ. ദ ഹെയ്റ്റ് ഓഫ് മാൻ വിൽ പാസ്. ആളുകൾക്കെതിരെ അവരുടെ ഇടയിലുള്ള ഈ ഒരു ഹെയ്റ്റ്, ഈ ഒരു വെറുപ്പ് എന്തായാലും ഒരു കാലത്ത് അതൊരിക്കൽ കടന്നു പോകും. ആൻഡ് ഡിക്റ്റേറ്റേഴ്സ് ഡൈ. ഡിക്റ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകാധിപതികൾ. അപ്പോൾ ഏകാധിപതികളൊക്കെ മരിക്കും. ആൻഡ് ദ പവർ ദേ ടുക്ക് ഫ്രം ദ പീപ്പിൾ വിൽ റിട്ടേൺ ടു ദ പീപ്പിൾ. അവർ ഈ ഒരു ആളുകളിൽ നിന്നെടുത്ത ആളുകളുടെ ഒരു പവർ, ജനങ്ങളുടെ പവർ ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ആൻഡ് സോ ലോങ് ആസ് മാൻ ഡൈ ലിബർട്ടി വിൽ നെവർ പെരിഷ്. മനുഷ്യൻ മരിക്കുന്നിടത്തോളം കാലം ലിബർട്ടി, സ്വാതന്ത്ര്യം ഒരിക്കലും ഇല്ലാണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം സോൾജേഴ്സിനോടായിട്ട് പറയുകയാണ്, സോൾജേഴ്സ് ഡോണ്ട് ഗീവ് യുവർ സെൽസ് ടു ബ്രൂട്ട്സ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ക്രൂരന്മാർക്ക് അവരുടെ കീഴിലായിട്ട് നിങ്ങൾ നിൽക്കരുത്. അവർക്ക് വേണ്ടി നിങ്ങളെ ബലിയർപ്പിക്കരുത്. അതായത് സോൾജേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ആളുകളുടെ കീഴിലായിരിക്കും, അവർക്ക് നിങ്ങൾ വഴങ്ങി കൊടുക്കരുത്. ഹു ഡിസ്പൈസ് യു, അവർ നിങ്ങളെ വെറുക്കുന്നുണ്ടായിരിക്കാം. എൻസ്ലേവ് യു, നിങ്ങളെ അടിമകളെ പോലെ ആക്കുന്നുണ്ടായിരിക്കും. ഹു റെജിമെൻറ്റ് യുവർ ലീവ്സ്, നിങ്ങളുടെ ജീവിതം ഒരു പട്ടാള രീതിയിലായിട്ട് അവർ അടിച്ചമർത്തലിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. ടെൽ യു വാട്ട് ടു ഡു, നിങ്ങൾ അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർഡർ ഇടുന്നവരായിരിക്കാം. വാട്ട് ടു തിങ്ക് ആൻഡ് വാട്ട് ടു ഫീൽ, നിങ്ങൾ എന്ത് ചിന്തിക്കണം, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കീഴടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ കാൽ കീഴിൽ വെക്കുന്നവരായിരിക്കാം. ഹു ഡ്രിൽ യു, ഡയറ്റ് യു, ട്രീറ്റ് യു ലൈക്ക് കാൻഡിൽ, യൂസ് ആസ് എ കാനോൺ ഫോഡർ. നിങ്ങളെ പട്ടിണിക്കിടുന്ന, നിങ്ങളെ ഒരു കന്നുകാലികളെ പോലെ ട്രീറ്റ് ചെയ്യുന്ന വെറും ഒരു കാനോൺ ഫോഡർ. കാനോൺ എന്ന് പറഞ്ഞാൽ പീരങ്കി ഉപയോഗിക്കുന്ന ആളുകളായിട്ട്, അതായത് അവരുടെ വെറും ഒരു യന്ത്രം പോലെ ആയിട്ട് കരുതുന്നവരും ഉണ്ടായിരിക്കാം. അവർക്ക് മുന്നിലൊന്നും നിങ്ങൾ കീഴടങ്ങാനായിട്ട് പാടില്ല. ഇവിടെ ഡിക്റ്റേറ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഡോണ്ട് ഗിവ് യുവർ സെൽഫ് ടു ദീസ് അൺനാച്ചുറൽ മെഷീൻ മാൻ വിത്ത് മെഷീൻ മൈൻഡ്സ് ആൻഡ് മെഷീൻ ഹാർട്ട്. നിങ്ങൾ ഒരിക്കലും ഇവരുടെ പിന്നിൽ അല്ലെങ്കിൽ ഇവരുടെ കീഴിലായിട്ട് മാറാൻ പാടില്ല. അവർ മെഷീൻ മെന്നാണ്, മെഷീൻ മൈൻഡ്സും മെഷീൻ ഹാർട്ട്സും ഉള്ള ആളുകളാണ് അവർ. യു ആർ നോട്ട് മെഷീൻ, പക്ഷെ നിങ്ങൾ പട്ടാളക്കാർ മെഷീൻ അല്ല. യു ആർ നോട്ട് കാറ്റിൽ, നിങ്ങൾ കന്നുകാലികളല്ല. യു ആർ മാൻ, നിങ്ങൾ മനുഷ്യന്മാരാണ്. യു ഹാവ് ദ ലവ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻ യുവർ ഹാർട്ട്. മനുഷ്യത്വമുണ്ട് നിങ്ങളുടെ ഒക്കെ മനസ്സിൽ, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ. യു ഡോണ്ട് ഹെയ്റ്റ്, നിങ്ങളുടെ മനസ്സിൽ വെറുപ്പില്ല. ഓൺലി ദ അൺലൗഡ് ഹെയ്റ്റ്, ദ അൺലൗഡ് ആൻഡ് അൺനാച്ചുറൽ. നിങ്ങളുടെ മനസ്സിലുള്ളത് അൺലൗഡ് ഹെയ്റ്റ് മാത്രമാണ്, അൺലൗഡും അൺനാച്ചുറലുമായിട്ടുള്ളത്. സോൾജേഴ്സ് ഡോണ്ട് ഫൈറ്റ് ഫോർ സ്ലേവറി, ഫൈറ്റ് ഫോർ ലിബർട്ടി. ഇനി അദ്ദേഹം സോൾജേഴ്സിനോട് ആഹ്വാനം ചെയ്യണം, നിങ്ങൾ ഒരിക്കലും അടിമത്തത്തിന് വേണ്ടി പോരാടരുത്, നിങ്ങൾ പോരാടേണ്ടത് ലിബർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇൻ ദ 17th ചാപ്റ്റർ ഓഫ് സെയിൻറ്റ് ലൂക്ക് ഇറ്റ് ഈസ് റിട്ടൺ. ഇനി സെയിൻറ്റ് ലൂക്കിൻ്റെ സുവിശേഷത്തിൽ 17ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു കോട്ടാണ് ഇവിടെ പറയുന്നത്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ മാൻ. അതിൽ പറയുന്ന ഒരു കോട്ട എന്താ വെച്ചാൽ ദൈവങ്ങളുടെ ലോകം, ദേവലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഉള്ളിലാണ്, മനുഷ്യരുടെ ഇടയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് വൺ മാൻ നോട്ട് എ ഗ്രൂപ്പ് ഓഫ് മാൻ ബട്ട് ഇൻ ഓൾ മാൻ. ഒരാളിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലോ അല്ല, അതുള്ളത് ദൈവലോകമുള്ളത് എല്ലാ ആളുകളിലുമാണ്. അതായത് ദൈവലോകം എന്നല്ലെങ്കിൽ ദൈവങ്ങളുള്ളത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലോകമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലോ അല്ല. ഇവിടെ ഒരൊറ്റ വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിക്റ്റേറ്റേഴ്സിനെയാണ്. ബട്ട് ഇൻ ഓൾ മെൻ, എല്ലാ ആളുകളിലുമാണ്, അതായത് എല്ലാവരും ഈക്വലാണ്. ഇൻ യു, നിങ്ങളിലാണുള്ളത്. യു ദ പീപ്പിൾ ഹാവ് ദ പവർ, നിങ്ങൾ ആളുകൾക്കാണ് യഥാർത്ഥ പവർ, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്. ദ പവർ ടു ക്രിയേറ്റ് മെഷീൻ, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയല്ലേ യന്ത്രങ്ങളെ സൃഷ്ടിക്കുന്നത്. ദ പവർ ടു ക്രിയേറ്റ് ഹാപ്പിനെസ്, അവർക്ക് തന്നെയാണ് സന്തോഷം ഉണ്ടാക്കാനുള്ള പവറും ഉള്ളത്. യു ദ പീപ്പിൾ ഹാവ് ദ പവർ ടു മേക്ക് ദിസ് ലൈഫ് ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ, ടു മേക്ക് ദിസ് ലൈഫ് എ വണ്ടർഫുൾ അഡ്വഞ്ചർ.
നിങ്ങൾ ആളുകൾക്ക്, നിങ്ങൾ ജനങ്ങൾക്ക് ഈ ഒരു ജീവിതത്തെ എത്രത്തോളം ഫ്രീ ആക്കും, സ്വാതന്ത്ര്യമുള്ളതാക്കാനും എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്നുവോ അത്രത്തോളം മനോഹരമാക്കുകയും എത്രത്തോളം അഡ്വഞ്ചറസ് ആക്കി മാറ്റാൻ പറ്റുന്നോ അത്രത്തോളം ആക്കുവാനും നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ ജനങ്ങൾക്ക് സാധിക്കും. ദെൻ ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി ലെറ്റ് us യൂസ് ദാറ്റ് പവർ, ലെറ്റ് us ഓൾ യുണൈറ്റ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നത് ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഡിക്റ്റേറ്റർഷിപ്പിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഡെമോക്രസിയുടെ പേരിൽ നമുക്ക് എന്താണ് ഈ ഒരു പവർ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്നിച്ചു ചേരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലെറ്റ് us ഫൈറ്റ് ഫോർ എ ന്യൂ വേൾഡ്, എ ഡീസൻറ്റ് വേൾഡ് ദാറ്റ് വിൽ ഗിവ് മെൻ എ ചാൻസ് ടു വർക്ക്. ഒരു പുതിയ ലോകത്തിന് വേണ്ടി നമുക്ക് പോരാടാം. ആ ഒരു ലോകം എത്തരത്തിലുള്ള ഒരു ലോകമായിരിക്കണം? ആ ഒരു ലോകത്ത് എല്ലാ ആളുകൾക്കും ജോലി ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ് വിൽ ഗീവ് യൂത്ത് എ ഫ്യൂച്ചർ ആൻഡ് ഓൾഡ് ഏജ് എ സെക്യൂരിറ്റി. ഓരോ യൂത്തിനും ഒരു ഫ്യൂച്ചർ നൽകുന്ന ഒരു ലോകമായിരിക്കണം. അതുപോലെ തന്നെ പ്രായമായ വ്യക്തികൾക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു ലോകമായിരിക്കണം. By the promise of these things would have risen to power. ഈ ഒരു വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ പവറിലേക്ക് വന്നത്. ബട്ട് ദേ ലൈ, പക്ഷെ അവർ നുണ പറയുകയാണ് ചെയ്തത്. ദേ ഡു നോട്ട് ഫുൾഫിൽ ദാറ്റ് പ്രോമിസ്. അവർ ആ ഒരു വാഗ്ദാനങ്ങൾ, അവർ തന്ന ഒരു പ്രോമിസ് ഇതുവരെ ഫുൾഫിൽ ചെയ്തിട്ടില്ല. ദേ നെവർ വിൽ. ഒരിക്കലും അത് പൂർത്തീകരിക്കാനും പോകുന്നില്ല. ഡിക്റ്റേറ്റേഴ്സ് ഫ്രീ ദംസെൽവ്സ് ബട്ട് ദേ എൻസ്ലേവ് ദ പീപ്പിൾ. ഡിക്റ്റേറ്റേഴ്സ് ഫ്രീ ചെയ്യുന്നത് അവരെ തന്നെയാണ്. അതായത് ഭരണാധികാരികൾ എല്ലാവരും ഫ്രീ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഭരണത്തിൽ വന്നത്. പക്ഷെ അവർ ഫ്രീ ചെയ്തത് അവരെ തന്നെയാണ്, ഏകാധിപതികളെ തന്നെയാണ്. ബട്ട് ദേ എൻസ്ലേവ് ദ പീപ്പിൾ. പക്ഷെ അവരെ ഫ്രീ ചെയ്യുന്നതോടൊപ്പം എന്താണ് ചെയ്തത്? ആളുകളെ എൻസ്ലേവ് ചെയ്യുകയാണ്, അടിമകളാക്കുകയാണ് ചെയ്തത്. നൗ ലെറ്റ് us ഫൈറ്റ് ടു ഫുൾഫിൽ ദാറ്റ് പ്രോമിസ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പ്രോമിസ് നമ്മൾ ഫുൾഫില്ല് ചെയ്യണം. ലെറ്റ് us ഫൈറ്റ് ടു ഫ്രീ ദ വേൾഡ്. ഈ ഒരു ലോകത്തെ ഫ്രീ ആക്കാൻ വേണ്ടി നമുക്ക് പോരാടാം. ടു ഡു അവേ വിത്ത് നാഷണൽ ബാരിയേഴ്സ്, ടു ഡു അവേ വിത്ത് ഗ്രീഡ്, വിത്ത് ഹെയ്റ്റ് ആൻഡ് ഇൻടോളറൻസ്. നാഷണൽ ബാരിയേഴ്സ്, ഓരോ ലോകങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും തമ്മിലുള്ള ബാരിയേഴ്സ്, തടസ്സങ്ങൾ മാറ്റാനായിട്ടും, ടു ഡു അവേ വിത്ത് ഗ്രീഡ്, അത്യാഗ്രഹം ഇല്ലാതാക്കാനായിട്ട്, വിത്ത് ഹെയ്റ്റ് ആൻഡ് ഇൻടോളറൻസ്, ഹെയ്റ്റ്നെസ്സും ഇൻടോളറൻസും. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ, അപ്പോൾ ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്. അതില്ലാതാക്കാനായിട്ട് നമുക്ക് പോരാടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലെറ്റ് us ഫൈറ്റ് ഫോർ എ വേൾഡ് ഓഫ് റീസൺ. എല്ലാത്തിനും പിന്നിലും ഒരു റീസൺ ഉള്ള, എന്തിനും പിന്നിലും ഒരു കാരണമുള്ള ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് പോരാടാം. എ വേൾഡ് വേർ സയൻസ് ആൻഡ് പ്രോഗ്രസ് വിൽ ലീഡ് ടു ഓൾ മെൻസ് ഹാപ്പിനെസ്. ആ ഒരു ലോകത്തെ സയൻസും പ്രോഗ്രസ്സും ഒക്കെ എല്ലാ മനുഷ്യന്മാരുടെയും സന്തോഷത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് പോരാടാം. സോൾജേഴ്സ്, ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി ലെറ്റ് us ഓൾ യുണൈറ്റ്. ഒരു ഡെമോക്രസിയുടെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും സ്പീച്ചിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്ക് പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് നല്ല വായിച്ച് നോക്കുക ഈ ഒരു പാഠഭാഗം. പിന്നെ ഈ ഒരു ഓഥർ ചാർലി ചാപ്ലിനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ചാർലി ചാപ്ലിൻ അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓഥറിനെ കുറിച്ച് പറയുന്ന ഭാഗവും എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.